പതിവിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗത ശൈലിയിൽ തീർത്ത നക്ഷത്രങ്ങൾ 2 മാസം മുൻപ് മുതൽ നിർമ്മാണം തുടങ്ങി. മുള കീറി ചെറിയ കഷ്ണങ്ങളാക്കി നക്ഷത്രമുണ്ടാക്കാൻ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിയ പുതിയ പാഠം. വർണ്ണപ്പേപ്പറുകളും ഒട്ടിച്ചതോടെ നക്ഷത്രം ക്ലാസ്. മനുഷ്യഹൃദയങ്ങളിൽ ചെല്ലുന്ന രീതിയിൽ, എല്ലാവർക്കും ആഘോഷമാകുന്ന രീതിയിൽ ഇതെങ്ങനെ ആഘോഷിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. 2025 നക്ഷത്രങ്ങൾ പള്ളിയങ്കണത്തിൽ തെളിയിച്ചാണ് ഇവർ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഇടവയിലുള്ള എല്ലാ കുടുംബങ്ങളും ഒരു നക്ഷത്രമെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലേക്ക് വന്നു. അവർ ഇവിടെ തന്നെ വന്ന് അവരുടെ സൗകര്യമുള്ള ദിവസവും സമയം നോക്കി വന്ന് അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. ക്രിസ്മസിന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ 25ഓളം ക്രിസ്മസ് പ്ലോട്ടുകളും സാന്താക്ലോസുമാരും ചേർന്ന റാലി ദൃശ്യവിസ്മയമായി. തിരുപ്പിറവിയുടെ മഹാജൂബിലിയോടനുബന്ധിച്ചാണ് 2025ഓളം നക്ഷത്രങ്ങൾ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ക്രിസ്മസ് രാവിനെ ഇവർ വേറിട്ടതാക്കി ആഘോഷിക്കുന്നത്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കുമളി. ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു തത്സമയം. ശ്യാം, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ആശംസകളും അതിഗംഭീരമായ ക്രിസ്മസ് ആഘോഷങ്ങളും കാഴ്ചകളും കണ്ടു അല്ലേ ശ്യാം? അവിടെ കണ്ട കാഴ്ചകളും പങ്കുവയ്ക്കൂ. ഒപ്പം ഈ രാത്രിയായിരിക്കും ഇത് കാണാൻ ഒരുപാട് മനോഹരമെന്ന് തോന്നുന്നു. മോത്തി, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ആശംസകൾ. എന്തായാലും വളരെ മനോഹരമായ, അതായത് ഇടുക്കി ജില്ല തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് രാവായിരുന്നു കഴിഞ്ഞു പോയത്. കാരണം 2025ഓളം നക്ഷത്രങ്ങൾ, അതും വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഓരോ ഇടവക കുടുംബാംഗങ്ങളും തയ്യാറാക്കിയതാണ്. മുള കൊണ്ട്, ഈ മുള കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഇവർ കുമളിയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് ഈ മുള കീറി ഒരുക്കി ആണ് ഇത്തരത്തിൽ 2000-ലധികം നക്ഷത്രങ്ങൾ, 2025 നക്ഷത്രങ്ങൾ തയ്യാറാക്കുകയും അതിൽ വർണ്ണപ്പേപ്പറുകളൊക്കെ ഒട്ടിച്ച്, സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് കടകളിലും മറ്റുമൊക്കെ നക്ഷത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ മുമ്പ് പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ ഈ ക്രിസ്മസിന് സ്കൂൾ അവധിക്കൊക്കെ ഇത്തരത്തിൽ മുളയും മറ്റുമൊക്കെ കൊണ്ടുവന്ന് നക്ഷത്രമൊക്കെ കെട്ടി അങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷം ഒരു 3-4 ദിവസക്കാലം, 4-5 ദിവസക്കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇക്കുറി ഈ അട്ടപ്പള്ളം സെൻറ് തോമസ് ഈ പള്ളിയിൽ ഇത്തരത്തിലൊരു വേറിട്ട ക്രിസ്മസ് ആഘോഷം നടന്നത്. ഈ ക്രിസ്മസ് രാവിനോടനുബന്ധിച്ച് തന്നെ വിവിധങ്ങളായ പ്ലോട്ടുകൾ, അതായത് സഞ്ചരിക്കുന്ന പുൽക്കൂടുകളടക്കം വ്യത്യസ്തമായ നവ്യമായ കാഴ്ചകൾ കാണാൻ പറ്റി. നിരവധി സാന്താക്ലോസുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതുമയാർന്ന ഒരു പഴമയിലൂടെ പോകുന്ന ഒരു ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ഈ കുമളിയിലെ ആ പള്ളിയിൽ നടന്നത്. ഇന്നലെ രാത്രി ആഘോഷത്തിന്റെ ദിവസം തന്നെ ആയിരുന്നു എന്നതിൽ സംശയമില്ല.